ചോദിക്കാതിരുന്നത്? തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ, കയ്യിൽ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ. അതായത് ഹംസം ദമയന്തിയെ തേടിയെത്തുന്ന രംഗം വളരെ മനോഹരമായിട്ടാണ് ഉണ്ണായി വാര്യർ വർണ്ണിച്ചിരിക്കുന്നത്. ദമയന്തിയും കൂട്ടുകാരികളും സരോവര തീരത്ത് ലീലാവിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ലീലാവിനോദങ്ങളിൽ എന്താ ഇവിടെ? അല്ല, ഞാൻ രാമൂർത്തി സാറിന്റെ ഫ്രണ്ടാണ്. പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്ന. ഞാനിപ്പോ വരാം. ഓടി. എന്താ സ്വാമി ക്ലാസ് കഴിഞ്ഞിട്ട് വന്നാ മതി. എന്താ കാര്യം? സ്വാമി പവിത്രം പറഞ്ഞ കക്ഷി അവൻ കാണിച്ചു. രവി ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരാഴ്ചത്തെ അവധി എന്നോട് ചോദിച്ചിരിക്കുകയാണ്. ഇനി സ്വാമിയുടെ ആളാരെന്ന് പറ. അയ്യോ ഇതൊക്കെ ഈ സമയത്താണോ ഇതൊക്കെ? എന്താ സ്വാമി ഇത്? എത്രയോ നല്ല പെമ്പിള്ളേർ അവിടെ ഇരിക്കുന്നു. അതിലേതെങ്കിലും ഒന്നിനെ കാണിച്ചാ. എന്നാ കുട്ടികൾ വേണ്ട, ടീച്ചേഴ്സ് ആയാലും മതി. അയ്യോ മാത്യു, ഇനി ഇവിടെ ശരിയാവില്ല. ഞാൻ കാണിച്ചു തരാം. എന്നെ ഇങ്ങനെ നടത്തിക്കരുത്. എനിക്ക് ഇന്ന് രണ്ടിലൊന്നും അറിയണം. ഞാനിങ്ങനെ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ ഇതിലൊരാളിനെ കാണിച്ചു കൊടുത്താലോ? ഇല്ലെങ്കിൽ വേണ്ട, പാവം കിട്ടും. എന്തോ ഇത്ര ആലോചിക്കുന്നത്? അല്ല, ഞാനിങ്ങനെ അതിനെ കുറിച്ച് നിൽക്കുന്ന തന്നെ കുട്ടി. അവള് വീണ് കഴിഞ്ഞു സ്വാമി. അവളുടെ റോഡിലോട്ട് നോക്കിയുള്ള നിൽപ്പ് കണ്ടാൽ അറിയാം ആള് പെശകാണ്. ഏതായാലും സ്വാമിയുടെ സെലക്ഷൻ കൊള്ളാം. പതിനൊന്ന് 12 13 14 15 16. അയ്യോ കടവുളെ, മുരുക മുരുക, കാപ്പാത്ത്. അമലു അമലു இது வந்துட்டேதா. அமலு, உங்களுக்கு என்ன ஆச்சு? கீழே பாருடி, கீழே பாரா. பார்த்தது போதும், எடுத்து சுத்த. ஐயே, உங்களுக்கு கொஞ்சம் கூட வெக்கமே கிடையாது. எடுத்து சுத்த வேண்டியதானே? அதுக்கு மேல சிரிப்பு. ஐயோ, அது எப்படி சுத்த முடியும்? நீ தானே சொன்ன 53 வாட்டி சுத்தணும். இப்ப 21 ஆச்சு, பேலன்ஸ் 30. சரி சரி, எனக்கு அடுப்படியில வேலை இருக்கு, நல்லா எக்சர்சைஸ் பண்ணுங்க. சரி சரி சரி, நீ போடி அவ்வளவு. ஐயோ கடவுளே, என்ன ஆச்சு? கடவுளுக்கு அல்லடி, எனக்கு ஆச்சது. இப்ப எவ்வளவு ஆச்சு? என்ன இப்ப எவ்வளவு ஆச்சு? உங்க அப்பா விட்டுகளு. സൂര്യനാരായണ അയ്യർ, LIC ഏജന്റ്. 5 ലക്ഷத்துக்கு LIC நான் விட்டுட்டு வருவேன் பாரு. ஆஹா, அத்தா சாயங்காலம் சீக்கிரமா வந்துருங்க, எனக்கு அம்மாவை பார்க்க போணும். நீ முதல்ல கேட் க்ளோஸ் பண்ணுங்க. நம்ம ஜாதி தவிர யாரு வந்தாலும் உள்ள கூப்பிட வேண்டாம், எல்லாம் திருட்டு ஜாதிங்க. அப்ப நான் போய் வரட்டுமா? டாடா டாடா டாடா. நீ உள்ள போ, டாட்டி மாட்டிக்க வேண்டாம், போ உள்ள போ, மதி மதி போ. எங்க போச்சு? யாரு நீ? என்ன வேணும்? ഞാൻ LIC ഏജന്റ്. LIC ഏജന്റാ? LIC ഏജന്റ് വീട്ടില് ഇനി ഒരു LIC ഏജന്റാ? പറവായില്ലേ? അല്ല ചേട്ടാ, ഞാൻ ആഹാ, മലയാളിയാണോ? എന്താ കാര്യം? ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിമ നല്ല ഐശ്വര്യമുണ്ട്. എവിടുന്ന് വാങ്ങിയതാ? പഴനിന്ന്. ഞാൻ ഇതുപോലെ ഒരെണ്ണം വാങ്ങാൻ വേണ്ടി ഒരുപാട് നാളായി നടക്കുന്നു. ഞാനും ഒരു മുരുക ഭക്തനാണ്. അതെയോ? ഞാൻ ബാലസുബ്രഹ്മണ്യം, ബിസിനസ്സാണ്. ചേട്ടൻ? ചേട്ടനല്ല, സാറ്. LIC ഏജന്റ് സൂര്യനാരായണ അയ്യർ. സാറാണോ LIC ഏജന്റ് സൂര്യനാരായണ അയ്യർ? ചേട്ടൻ അല്ല സാറ് കോടിപതിയായോ? ഇല്ല, ശ്രമിക്കുന്നുണ്ട്. ഒരു ചെറിയ കുറവുണ്ട്, 35 lakhsന്റെ. ഒരു 5 lakhsന്റെ പോളിസി ഞാൻ എടുക്കാം. ഈശ്വരാ, എന്ത് പറ്റി? ഒന്നുമില്ല. കമലോ
വാ അകത്തിരിക്കാം. അകത്ത് ഫാൻ ഉണ്ടല്ലോ. എന്തിനു വെറുതെ? അമനു സ്ട്രോങ് ആയിട്ട് 2 കാപ്പി ഇട്. ഇരിക്കും. അയ്യോ അത് ടീപ്പോയി. ഐ എം സോറി. എത്ര ലക്ഷത്തിന്റെ വേണ്ടേന്ന് പറഞ്ഞത്? 5 ലക്ഷം. അപ്പൊ 30 കോടിപതിയായിട്ട് ചത്താ മതി. സാറിന്റെ നാള് പുണർന്നാണോ? സാറല്ല ചേട്ടൻ. എന്റെ നാള് പുണർന്നാണെന്ന് എങ്ങനെ മനസ്സിലായി? തോന്നി. ഈ നാളുകാരെ കാണാൻ നല്ല ഐശ്വര്യമായിരിക്കും ചേട്ടനെ പോലെ. എന്നെ ഇങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടല്ല കേട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടാ. എനിക്കും കുറേശ്ശെ ഇഷ്ടാ. കോഫി. ചേട്ടന്റെ മോളാണല്ലേ? നോ, ഷീ ഈസ് മൈ വൈഫ്. എന്റെ ഭാര്യയാണ്. ഐ എം സോറി ചേട്ടാ. ഞാൻ ഓക്കെ ഓക്കെ ഓക്കെ. വൺ സെക്കൻഡ്. സത്യത്തിൽ മോളാണെന്നേ പറയൂ. ആ മുഖലക്ഷണം കണ്ടാൽ അങ്ങനെ തോന്നും. മകൻ പിറന്ന മങ്കയാണല്ലേ? എന്താ പേര്? എന്റെ പേര് കമലാലക്ഷ്മി എന്നാണ്. അത്താൻ കമലു എന്ന് വിളിക്കും. കമലു, സ്വീറ്റ് നെയിം. എനിക്കും കമലു എന്ന് വിളിക്കുന്ന ഇഷ്ടം. അങ്ങനെ വിളിച്ചോട്ടെ. അല്ല, മൗനം സമ്മതമാണെന്നാണല്ലോ പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത് എന്താ? അടുപ്പിൽ ചുടുവേ. ഞാൻ പിന്നെ പറയാം. മനിതിന് നിമ്മതിയെ കിടയാത്. എപ്പ പാത്താലും അയ്യനിരിക്ക. അയ്യന് പിന്നെ നിരിക്കലാണ് ഇവിടെ നിക്ക. എന്നാ ഞാൻ അല്ല, ഇറങ്ങാം. പോളിസിയുടെ 5 ലക്ഷം എടുക്കാം. പക്ഷെ ഇന്ന് നല്ല ദിവസമല്ല, നാളെ എടുക്കാം. എനിക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ വിശ്വാസമാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു വിശ്വാസമില്ല. അല്ലേ കമലു? അതെ. അതേന്ന് എനിക്ക് വലിയ വിശ്വാസമാണ്. അപ്പൊ നാളെ കാണാം. നാളെ കാണാം. ശരി. നാളെ കാണാം. നാളെ വരില്ലേ? നാളെ വരണേ. அல்ல கமலு, பாக்குறதுக்கு வயசு ரொம்ப ஜாஸ்தி இருக்கா? உங்ககிட்ட 1000 தடவைக்கு மேல சொல்லியிருக்கேன், டை யூஸ் பண்ணுங்க. சொன்ன பேச்சு கேட்க மாட்டேனே. 1000 வாட்டி சொல்லல, 5-6 வாட்டி சொல்லிருக்கேன். சும்மா இருங்க. பாரு, இன்னைக்கு சாயங்காலம் ஒரு பெரிய டப்பா டை வாங்கிட்டு வருவேன். பெரிய டப்பா. அப்போ ശരിയാവുമല്ലോ? ശരി. ഇല്ലേ, ഇന്നിക്ക് കൊണ്ടുവന്നിട്ട് നാളെ പൂശാം. പോരെ? ഇന്ന് പൂശണ ഉണ്ടല്ലേ? ഹലോ, റോസ്മേരി ആണോ? റോങ് നമ്പറാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് 72496. അതെപ്പോ ഡയൽ ചെയ്താലും കിട്ടുന്ന ഈ നമ്പരാ. നമ്മുടെ ടെലിഫോൺകാരുടെ ഒരു തമാശ. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. അവരുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നമുക്കിത്തിരി സംസാരിക്കാം. ഈ വിളിച്ച നമ്പർ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ നമ്പറിൽ സംസാരിക്കാം, അല്ലേ? അതിനൊന്ന് സംസാരിക്കാലോ. ഒരു സെക്കൻഡ്. വല്യമ്മച്ചി. എന്താ പെണ്ണേ? ഇത് മറ്റവനാ. റോങ് നമ്പർ. എടാ, ചൊണയുണ്ടെങ്കിൽ ആൺകുട്ടികളെ പോലെ നേരെ വന്ന് സംസാരിക്കും. അതിനെന്താ, വരാല്ലോ. എന്നാ വാടാ. ഇന്ന് കൃത്യം 4 മണിക്ക്. ഓക്കെ? എന്താണ് ഇത്? കുറെ നേരമല്ല തുടങ്ങിയിട്ട്. മറ്റവളായിരുന്നു, റോസ്മേരി. വൈകുന്നേരം 4 മണിക്ക് വീട്ടിലോട്ട് ചെല്ലാൻ. ആ ചെല്ല്. ആ പണ്ടാരത്തള്ള ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ട് നിന്റെ മോന്തയ്ക്ക് അടിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടും. വലിയ വാചകമൊന്നും അടിക്കണ്ട. ബെറ്റിന്റെ കാശ് റെഡിയാക്കി വെച്ചോ. എന്റെ അമ്മേ, ഇതെന്ത് ജീവി?
എന്നൊന്ന് രക്ഷിക്കണം. ഒറ്റ അക്ഷരം മിണ്ടിപ്പോരുന്നു. അമ്മമാർക്ക് ആണുങ്ങളെ പേര് ചീത്തയാക്കാൻ വേണ്ടി ചില ചെറ്റകൾ ഇറങ്ങിയിരിക്കുന്നു. എക്സ്ക്യൂസ് മീ. താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. പണ്ട് ഇതുപോലൊരു സായിപ്പ് നായിന്റെ മോനിക്ക് ഞാൻ ചൂട് പിടിച്ചേരി. അന്ന് ആ സായിപ്പ് ഒന്നിടത്തോളം തന്നെ സായിപ്പും മതാമേ ഒന്ന് പതുക്കെ. തന്നെ പണ്ടറങ്ങനൊന്ന് പതുക്കെ. ഇത് അടിക്കുന്നതിന് മുമ്പ് ഓനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിലോ? പടച്ചോന്റെ ഓരോരോ തീരുമാനങ്ങളെ. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അടി കിട്ടുന്ന സമയത്ത് വല്ല വികാരവും തോന്നിയോ? തോന്നി. ചെപ്പക്കുറ്റിക്കിട്ട് തരാൻ തോന്നി. അല്ല ഇന്നോട് ചൂടായിട്ട് എന്താണ്? ഞാൻ അതല്ല നോക്കണേ, ഈ മാത്യു സാർ എന്തിനാ അടിച്ചെന്നുള്ളതാ. തന്റെ ഒരു മാത്യു സാറ് അവനിങ്ങോട്ട് വരട്ടെ. അവന്റെ ഒരു ഒറ്റ എല്ലിയാൻ ബാക്കി വെച്ചേക്കൂല. അവനാന്റെ എല്ല് ക്ലിയർ ആയിട്ട് പോരെ? ആരാന്റെ എല്ല് ഒന്ന് പോടോന്ന്. പോയാ പിന്നെ ആര് ചൂട് പിടിക്കുന്നു? ഈ ചൂട് പിടിക്കുന്ന സമയത്തെ ആള് ചൂടാവരുത്. നല്ല ക്ഷമ വേണം കേട്ടോ. കളിക്കല്ലേ കളിക്കല്ലേ, നിനക്ക് കിട്ടുമ്പോ അറിയാ. അതെ അതെ, കിട്ടേണ്ടത് കിട്ടേണ്ടവന് കിട്ടേണ്ടപ്പോ കിട്ടിക്കോളും. ആ അല്ല അതാ വരണ. അല്ല മാത്യു സാറേ, എടാ കൂട്ടത്തിൽ നിന്ന് കാലേ ചവിട്ടരുത്. എന്താ കാര്യം? നിനക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? കഷ്ടമുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് കഷ്ടം? വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം, അല്ലാതെ പാര വെക്കാൻ ശ്രമിക്കരുത്. പാരേ? ആ, ഇവൻ എന്നെ തല്ലു വിളിക്കാല്ലേ അവിടെ വന്നത്? ഞാൻ തല്ല വിളിക്കാനൊന്നല്ല വന്നത്. പിന്നെന്തിനാ നീ അവിടെ വന്നത്? എന്തിനാ പോയെന്ന് പറയൂ. പറഞ്ഞോളീന്ന് പറയടാ. ഞാൻ രണ്ട് കിട്ടുന്ന കാണാൻ പോയി. എന്നാ അതിന് രണ്ട് കൊണ്ടതിന് യാതൊരു തെറ്റുമില്ല. അത് ശരി, ഇപ്പോഴല്ലേ മനസ്സിലായത്. മധുട്ടി നല്ല ചൂട് പിടിച്ചുവിടും. നല്ല പച്ച കോഴിയെ കീറി ചാരായത്തിനകത്ത് കലക്കി സൂപ്പ് വെച്ചുവിടും. അസൽ ഇടിയല്ലയോ കിട്ടിയത്? പിന്നെ പാര വെക്കാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതായിരിക്കും. ആ, ഞാൻ പൊതുവേ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞു കേട്ട സ്ഥിതിക്ക് നല്ല ഇടിയാണല്ലോ കിട്ടിയത്. ഇതൊന്ന് കാണാൻ പറ്റിയില്ല പഠിച്ചോനെ. അതിനെങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിവരം തരുമോ? ഒരൊറ്റ ചവിട്ടിയാണ് നടുവെട്ടി നടുവെട്ടി. ഹലോ, റോസ്മേരി അല്ലേ? ഞാനാ. റോങ് നമ്പർ. സോറി, എനിക്ക് 4 മണിക്ക് വരാൻ കഴിഞ്ഞില്ല. കാണാം.